പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ രാവിലെ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരോടും കൂടി ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളെ ഏൽപ്പിച്ച സ്ഥാനത്ത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് കൂടി ഇരിക്കുന്ന ആ വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം രാജകീയ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഇവിടെ ഈ ഭൂമിയിലാക്കി വെച്ചിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടിയിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും അതുപോലെ വാഴുവാൻ, ദേശത്തെ വാഴുവാനും ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന ആ വൻകാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന പദവികളും അതിനനുസരിച്ച് നാം എന്തായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരികയും സഭയോട് ചേർക്കുകയും ചെയ്യുന്നു. സഭ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തെയാണ് സഭയെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സ്നാനപ്പെട്ട ശേഷം പത്രോസ് ശ്ലീഹ വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന്. അപ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് രക്ഷിക്കപ്പെട്ടവരെ ഈ സഭയുമായിട്ട് ചേർത്തുകൊണ്ട് വരുന്നു. അതെന്തിനാണ് അങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ശിശുവായിരിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് പിന്നെയും വഴുതി പോകാതിരിക്കേണ്ടതിനാണ് ഈ വേർപാട്. കാരണം ലോകത്തിലുള്ള ശിശുവായിരിക്കുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ജീവിച്ചവരായ നമ്മൾക്ക് എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ കടന്നു വന്നിട്ട് എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്നൊന്നും അറിയുവാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും വേർവിട്ട് കടന്നു വരുമ്പോൾ ഒരു സഭയോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ എന്നിങ്ങനെയുള്ള അവരുടെ ഉപദേശങ്ങൾക്കും അവരോട് കൂടെ ചേർന്ന് ഒരു വളർച്ചയ്ക്കും വേണ്ടിയാണ് ദൈവം നമ്മളെ ഇങ്ങനെ വേർതിരിച്ച് ഈ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെ സഭയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ ഈ ആലോചനകളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എഫെസ്യ ലേഖനം 4:18 വാക്യം പറയുന്നത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് അജ്ഞാനികളായിട്ട് അന്ധബുദ്ധികളായിട്ട് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചവരായി സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തക്കണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അവർ അജ്ഞാന നിമിത്തം അന്ധബുദ്ധികളായി, അതാണ് ബുദ്ധി അടഞ്ഞവരായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ അതിനകത്തു നിന്നാണല്ലോ നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ടാണ് വിളിച്ച് വേർതിരിച്ച ശേഷം നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എവിടേക്ക്, സഭയ്ക്കകത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരാലും ഇടയന്മാരാലുമൊക്കെ നമ്മളെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വേർപാട് ലോകത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനിക്കപ്പെട്ട ഈ ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചു വേർതിരിട്ട് ഒരു ദൈവിക പദവിയിലേക്കാണ് അവരെ ആക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജനിക്കപ്പെട്ട ഈ വ്യക്തികളുടെ പദവി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ഒരു രാജകീയ പുരോഹിതനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു പദവിയിലേക്കാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ. അത് വെളിപ്പാട് പുസ്തകം 1-6 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെ രാജാവും പുരോഹിതന്മാരുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ജനിച്ചത് തന്നെ ഒരു രാജകീയ പൗരോഹിത്യത്തിൻ്റെ അവകാശത്തിലേക്കാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. രണ്ടാമത്, സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്നത്. എഫെസ്യ ലേഖനം 2:7 വാക്യം പറയുന്നു. അപ്പോൾ നമ്മളെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? എത്ര വലിയ പദവിയിലാണ് നമ്മളെ ഇരുത്തിയത്? ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. മൂന്നാമത്, സ്നാനത്തിൽ ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളതുപോലെ ഒരു പുതിയ വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നു. അത് പുത്രത്തിൻ്റെ അധികാരമുള്ളൊരു വസ്ത്രം. അപ്പോൾ യേശു ക്രിസ്തുവിന് തൻ്റെ പുത്രന് ദൈവം നൽകി കൊടുത്തിരിക്കുന്ന പോലെയുള്ള അതേപോലെ അധികാരമുള്ള ഒരു പുതിയ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നു. ആ അധികാരവും അവകാശമുള്ളൊരു വസ്ത്രമാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. ഗലാത്യർ 3:27 വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പോലെ ആ പദവിയുള്ള ഒരു അങ്കി നമ്മളെ ധരിപ്പിച്ചിട്ടുണ്ട്.
നാലാമത് മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നൽകി തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ തന്നിരിക്കുന്ന ഈ ആത്മാവ് സ്വപുത്രൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഉള്ളിൽ നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ പുത്രൻ്റെ പദവിയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നൽകി തന്നിരിക്കുന്ന റോമാലേഖനം 8:15 പറയുന്നു. ഇനി അഞ്ചാമത്, ഈ പുത്രത്വം ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയും ആക്കിയിരിക്കുന്നു. അപ്പോൾ അത്ര വലിയൊരു പദവി നമുക്കവിടെ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അവകാശിയായിരിക്കാനും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി ആയിരിക്കാനുമുള്ള ഒരു പദവിയോടെ തന്നിട്ടുണ്ട്. റോമാലേഖനം 8:17 വായിക്കുമ്പോൾ അതറിയാം. ഇനി അവകാശത്തിൻ്റെ ഈ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അത് എഫെസ്യ ലേഖനം 1:14 പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അവകാശം ഉണ്ടെന്നറിയാൻ വേണ്ടി അതിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരു മുദ്രയിട്ടിരിപ്പുണ്ട്. പിന്നെ എഫെസ്യ ലേഖനം 1:21 വായിക്കുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴിലാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും ശക്തിക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും എല്ലാ അധികാരങ്ങളും അവൻ്റെ കാൽക്കീഴിലാക്കി വെച്ചു. അവനെ അത്യന്തം മീതെ ഇരുത്തി. എന്നിട്ട് ആ അധികാരങ്ങൾ ആർക്ക് കൈമാറിയിരിക്കുന്നു? സഭയായ നമ്മളുടെ മേൽ ഈ അധികാരങ്ങളെ കൈമാറിയിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനല്ല, ഇനി വീണ്ടും ജനിപ്പെട്ട് നമ്മൾ സ്വർഗത്തിലെ ഇരുത്തിയിരിക്കുകയും ഇത്രയും പദവികളാൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എഫെസ്യ ലേഖനം 2:19 പറയുന്നു, നാം ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അന്യരല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ പദവി തന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുമ്പോൾ ഇനി ലോകക്കാർ ജീവിക്കുന്നത് പോലെ അവരുടെ ബുദ്ധി അനുസരിച്ച്, അവരുടെ ആലോചന അനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിന് നടക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അഭ്യസിച്ച് വരേണ്ടത് ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ നമ്മളെ ഉപദേശിച്ച് നടത്തുവാൻ നിയമിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഇടയന്മാരുടെയും ഉപദേശങ്ങളെ കേട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇഷ്ടത്തിന് വളരേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ ഇനി ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും യോഗ്യമായ ഫലം കായ്ക്കത്തക്ക രീതിയിൽ നമ്മൾ വളർന്നു വരാൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും ഇഷ്ടത്തിലും വളർന്നു വരേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നത്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമായിരിക്കണമെന്ന്. അപ്പോൾ എന്താണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്? വെളിച്ചം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് നമുക്കറിയാം. അപ്പോൾ ഈ ലോകം നമ്മൾ മുമ്പേ കണ്ടു, ലോകത്തിലുള്ളവർ അജ്ഞാനികളായിട്ട് അന്ധബുദ്ധികളായിട്ട് അവർക്ക് എന്ത് പ്രവർത്തിക്കണം എന്നറിയത്തില്ല, എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, സാക്ഷാലുള്ള ജീവനിൽ നിന്ന് അകന്ന് മനസ്സ് തഴമ്പിച്ചവരായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്നവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വെളിച്ചം അല്ലെങ്കിൽ അറിവ് കൊടുക്കേണ്ടതിന് നമ്മളെ ഈ ലോകത്തിൽ എന്താക്കി വെച്ചിരിക്കുന്നു? ഒരു വിളക്ക് അല്ലെ ഒരു വെളിച്ചമാക്കി നമ്മളെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5:15 പറഞ്ഞു, വിളക്ക്, ഈ വിളക്ക് അല്ലെ ഒരാളെ വെളിച്ചമാക്കി വെച്ചിരിക്കുമ്പോൾ, അല്ലെ ഒരാളെ അറിവിനായി ഒരിടത്ത് നിർത്തിയിരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടതിന് നിർത്തിയിരിക്കുമ്പോൾ, ഈ വ്യക്തിയെ കുറിച്ച് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വചനം പറയുന്നത്, ഈ വിളക്ക് കത്തിച്ചിട്ട് അത് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടത്, അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ വിളിച്ച് ഈ സഭയിൽ ചേർത്ത് അവരെ ഉപദേശം കേട്ട് ദൈവത്തിൻ്റെ വചനവും ജ്ഞാനവും കേട്ട് അവർ വളർന്നു കഴിയുമ്പോൾ ഈ അറിവ് വീട്ടിലുള്ളവർക്ക് പ്രകാശിക്കണം. അത് എവിടെ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ്, ഏത് വീട്ടിൽ നിന്നാണ്, ഏത് അവസ്ഥയിൽ നിന്നാണ്, ഏത് ഇരുട്ട് പിടിച്ച പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചെന്നാൽ അവർക്ക് വെളിച്ചമായി തീരേണ്ടതിന്, അവർക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടതിനാണ് ഈ വ്യക്തിയെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ 16 വാക്യം പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. അപ്പം പാപത്തിൻ്റെ അധീനതയിൽ, പാപത്തിൻ്റെ ശക്തിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ വയ്യാത്ത അതിനെ ആ ഇരുളിനകത്ത് വസിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യത്തിൽ നമ്മളെ വിളിച്ച്, ഒരു ദേശത്തിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ സൽഗുണങ്ങളെ നമ്മളെ പഠിപ്പിച്ച് അതിൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എങ്ങനെ കാണിച്ചു കൊടുക്കും? നമ്മുടെ പ്രവൃത്തി കൊണ്ട്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ മുമ്പിൽ അവർക്ക് അറിവ് നമ്മൾ കൊടുക്കേണ്ടവരാണെന്ന് ഇവിടെ വചനം പറയുന്നു. ഇനി നാം എന്ത് പ്രവർത്തിച്ചായിട്ടാണ് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? ഇനിയും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്താണ് എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിലേക്കും ഈ സമയത്ത് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാകത്തക്കവണ്ണം എന്താണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, എന്താണ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണോ അതിനൊക്കെ എതിരെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒന്ന്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും സേവിക്കുകയും അതിന് പിറകിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ ഈ മനുഷ്യരെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അന്യായമായ കവർച്ചയെ ദൈവം വെറുക്കുന്നു എന്ന് അരുളി ചെയ്തിരിക്കുമ്പോൾ ഈ കവർച്ച ചെയ്തും അന്യായം ചെയ്തും ദൈവത്തിൻ്റെ കോപം ദേശത്തേക്ക് വിളിച്ചു വരുത്തുന്നു. കുലപാതകം, രക്തച്ചൊരിച്ചിലുകൾ, കൊള്ള, അനാഥരെയും വിധവമാരെയും പീഡിപ്പിക്കുക, അന്യൻ്റെ മുതൽ കൈവശമാക്കുക, അന്യായമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ഉണ്ടാകുക, കുടുംബ തകർച്ചകൾ, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് അനീതി പെട്ടെന്ന് നമ്മളൊന്ന് കണ്ണുപിടിച്ച് ചില പ്രവൃത്തികളെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അനേക പ്രവൃത്തികളെ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ഇരുട്ടിൻ്റെ രാജ്യം മനുഷ്യരിൽ കൊണ്ടുവന്ന് അവരെ അധീനപ്പെടുത്തിയിട്ടിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ മനുഷ്യരെ കൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല സ്നേഹവും ഉള്ള വ്യക്തികളെ പോലെയും സമൂഹത്തിൽ നല്ല ജോലി, നല്ല വീട്, സമ്പത്ത് ഇവ ഉണ്ടാക്കി ഇഷ്ടമുള്ളതുപോലെ മനുഷ്യരുടെ മുമ്പിൽ ദാനധർമ്മങ്ങളെ കൊടുത്തും പുണ്യപ്രവൃത്തികൾ ചെയ്തും ഒക്കെ ഇത് സമൂഹം അംഗീകരിക്കത്തക്കെയുള്ള മാന്യതയുള്ള വ്യക്തികളായി പുറത്തു കാണുന്നുണ്ടെങ്കിലും ഇതിന് പിറകിൽ വ്യാപരിക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല, അത് ഗ്രഹിപ്പിക്കുന്നില്ല. ഏത് അനീതിയും പ്രവൃത്തിയും ചെയ്തിട്ട് കുറച്ച് നല്ല പ്രവൃത്തികൾ മാത്രം പുറത്ത് കാണിക്കുകയും ഇരുട്ടിനകത്ത് അകത്ത് എന്തു ചെയ്യും? ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളെ കാണിക്കുകയും ചെയ്യുന്നതിനാണ് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെന്ന് ദൈവത്തിൻ്റെ വചനം കാണിക്കുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത് എന്നാണ് വചനം പറയുന്നത്. ഇത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമല്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ അത് നീതിയും സത്യവുമാണ്. എബ്രായ ലേഖനം 1:8-9 വചനം പറയുന്നു, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യത്വം നേരുള്ളതാണ്, അതിനകത്ത് ഭൂഷ്കില്ല, അസത്യമില്ല. പിന്നെ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പം അനീതിയും ദുഷ്ടതയും അല്ല ദേശത്ത് വ്യാപരിക്കേണ്ടത്, നീതിയും സത്യവുമാണ് പരിപാലിക്കപ്പെടേണ്ടത്. സങ്കീർത്തനം 45:6-7 വാക്യം ഇത് തന്നെ പറയുകയാണ്. അപ്പം ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തികളെ കാണിക്കുവാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ ഉണ്ടായ അനുഭവത്തിൽ കൂടി ഒരു സാക്ഷ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നമ്മൾ ആരാധന, സൺഡേ ആരാധന, ഇട ദിവസങ്ങളിലുള്ള ആരാധന, പ്രാർത്ഥന,
ഇതെല്ലാം നടത്തുന്നു. നമ്മളതിനകത്ത് അനീതിയൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശക്തമായ ആരാധനകൾ, പവർ മീറ്റിങ്ങുകൾ, സമയമില്ലാതെ ഇങ്ങനെ മീറ്റിങ്ങുകളും ഒക്കെ നടത്തി അനേകർക്ക് വിടുതൽ കൊടുക്കുന്നു, അവരൊക്കെ വിടുവിക്കപ്പെട്ടു പോകുന്നു. എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ആത്മീക വളർച്ചയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയാതെ വന്ന് തടസ്സങ്ങളൊക്കെയും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഒരു ദിവസം യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടുവാനിടയായത്. അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണയും പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങൾ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെയും ഗോമോറ പോലെയും ആയിപ്പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു വർധനവില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുത്തുവാൻ കഴിയാതവണ്ണമായിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് യാഗങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവജനത്തോട്, പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോടാണ് ദൈവം ഈ കാര്യങ്ങളെ സംസാരിച്ചത്. അതിൻ്റെ 11-ാം വാക്യം വിട്ട് നോക്കുമ്പോൾ പ്രവാചകനിൽ കൂടി ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു: നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മുട്ടാടുകൾ കൊണ്ടുള്ള ഹോമയാഗവും തടിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാളുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചാർ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബ്ദവും സഭായവും കൂടുന്നു. നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. ഇപ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിൻ്റെ വിഷയം എന്താണ്, കാര്യം എന്താണ്, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? നാം ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവിക അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിയിലേക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ. എന്നാൽ നമ്മൾ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്, അതിനൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചെന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ദേശത്ത് വെളിപ്പെടുന്നില്ല, ദേശം ശുദ്ധീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഫലം ദേശത്ത് കാണുന്നില്ല. ദേശത്ത് ഞങ്ങൾ വെളിച്ചമായി തീരുന്നില്ല, ദേശത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ദേശം അകൃത്യം കൊണ്ടും പാപം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിനും നമുക്കറിയാവുന്ന അറിവിലും വെച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ വരും. ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങളുടെ ഉത്സവങ്ങളും അമാവാസികളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യമാകുന്നു, എനിക്ക് സഹിച്ചുകൂടാ. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം നമ്മളിൽ നിന്ന് ദേശത്തുണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം അകൃത്യങ്ങളിൽ നിന്ന് വിടുവിക്കണം, പാപങ്ങളിൽ നിന്ന് വിടുവിക്കണം, ദേശം ശുദ്ധീകരിക്കപ്പെടണം, ദൈവത്തിൻ്റെ രാജ്യം. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആയി തീരണം. അതേ ഭരണകൂടം, അതേ ഭരണമായി ജനസമാധാനത്തിലും നിർഭയത്തിലും വസിക്കണമെന്ന്, നീതിയിൽ വസിക്കണമെന്നാ ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അത് നമ്മളിൽ കൂടി ചെയ്തെടുക്കുവാൻ നമ്മൾക്ക് കഴിയാതെ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളും പവർ മീറ്റിങ്ങുകളും ഒരുപാട് കാര്യങ്ങളും ഒത്തിരി പ്രാർത്ഥനകളും ഉപവാസങ്ങളും മുതൽ മുടക്കി, ഇവിടെ പറഞ്ഞു കാളകൾ, ആട്ടുകൊറ്റന്മാർ, കോലാട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകളെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവരെ അർപ്പിക്കുന്നുണ്ട്. എല്ലാം വചനം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളും തെറ്റായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഉപവാസങ്ങൾ നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, പവർ മീറ്റിങ്ങുകൾ നടക്കുന്നു. ഇതൊക്കെ ചെയ്താലും കർത്താവിന് പ്രവൃത്തിയിൽ കൂടി ദൈവം ആഗ്രഹിച്ച ഫലം ദേശത്ത് വെളിപ്പെടുന്നില്ല, ജീവിതങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ദൈവം പറഞ്ഞു, എനിക്കിങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കൊണ്ടോ ആരാധന കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ എനിക്കെന്തില്ല, ഞാൻ തൃപ്തിപ്പെടുന്നില്ല എന്നാണ് കർത്താവ് പറയുവാനിടയത്. അതിനകത്ത് എന്നിട്ട് കർത്താവ് പിന്നെ എന്താണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? ഈ പ്രവാചകനിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് 16-ാം വാക്യം തൊട്ട് പറയുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, ഒന്നാമത് തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ,
പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. അപ്പോൾ ചില ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്. തിന്മ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. തിന്മ ചെയ്യരുത്. തിന്മ കംപ്ലീറ്റ് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നന്മ ചെയ്യാൻ പഠിക്കണം. പിന്നെ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, ന്യായം അന്വേഷിപ്പീൻ, അത് നടത്തി കൊടുക്കണം. അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ തെറ്റിപ്പോയി, എന്നാൽ ഇനി എന്താണ് അതിനൊരു പരിഹാരം? എന്നിട്ട് 18-ാം വാക്യം പറഞ്ഞു, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. അപ്പം അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഫലത്തിന് ഒരു ദേശത്ത് ഒരു വിളക്കാക്കി ഒരു വ്യക്തിയെ വെച്ചിരുന്നാൽ ആ അറിവ്, ദൈവരാജ്യത്തിൻ്റെ അറിവ് ആ വീടിനും ആ ദേശത്തിനും ആ സമൂഹത്തിനും പ്രയോജനമായി തീരത്തക്കവണ്ണം ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് ഈ മനുഷ്യരെ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയ്ക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് പണം മുടക്കി ഒരുപാട് കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് ദേശത്തൊരു ഫലവും വെളിപ്പെടുന്നില്ലാതെ വരുമ്പോൾ ദൈവം പറയുന്നു, ഇങ്ങനെയുള്ള യാഗങ്ങളൊന്നും എനിക്ക് പ്രസാദകരമായി തരുന്നില്ല. അതിനൊരു കർത്താവ് പറഞ്ഞ് നമ്മളെ തിരുത്തിയ അവിടെ യെശയ്യാ പ്രവാചകനെ വിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ തിരുത്തിയിട്ട് പറഞ്ഞു, ഇനി അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എൻ്റെ അടുക്ക് വരുവീൻ, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വിളിപ്പിക്കാം. അപ്പം നമ്മൾ തെറ്റ് ചെയ്തു പോയി, തെറ്റായ ആരാധനയായിപ്പോയി, നമുക്ക് അറിവില്ലാതെ നമ്മൾ ജീവിച്ചു എങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വന്ന് നിങ്ങളുടെ കുറ്റങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ഒക്കെ ഏറ്റു പറഞ്ഞാൽ അതിനെ ഞാൻ ക്ഷമിച്ച് നിങ്ങളെ വെടിപ്പാക്കി തരാം, ശുദ്ധീകരിച്ച് തരാമെന്ന് കർത്താവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളോട് പിന്നെയും ദൈവത്തിൻ്റെ വചനം ഇടപെട്ടിട്ട് അതിൻ്റെ 26-ാം വാക്യം ഇടപെട്ടു. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും. അതിൻ്റെ ശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. അതങ്ങനെ പറയാൻ കാരണം, ആദിയെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആലോചന കേൾക്കുകയോ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രാപിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ വചനവുമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കേട്ട് അനുസരിച്ച് പോയ ഒരു ആദ്യ ഘട്ടങ്ങളുണ്ട്. അത് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആദ്യ സ്നേഹം മാറിപ്പോയി എന്നൊക്കെ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ സഭയോട് സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ആദ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഭയങ്കര ദൈവസ്നേഹവും ദൈവസാന്നിധ്യവും പ്രാർത്ഥനയിലും ആരാധനയിലും വചനത്തിലും ദൈവത്തോട് തന്നെ പറ്റിച്ചേർന്നിരിക്കുന്ന സമയങ്ങളുണ്ട്. അന്ന് ദൈവാത്മാവ് തന്നെ നമ്മളെ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് ആലോചനയ്ക്ക് മനുഷ്യരുടെ ആലോചന നമ്മൾ കേൾക്കുന്നില്ല. ആരാണ് ആലോചനക്കാരനായിട്ട് വന്നത്? ദൈവം തന്നെ ആലോചനക്കാരനായിട്ട് വന്നത്. അതുകൊണ്ട് അത് ആദിയെങ്കിൽ എന്ന പോലെ നിൻ്റെ ന്യായാധിപന്മാരെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയുമാക്കുക. അപ്പോൾ ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, ഇങ്ങനെയുള്ള ദൈവാത്മാവിനാൽ തന്നെ നമ്മൾ നടത്തപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ള തെറ്റായ അജ്ഞാനികളുടെ അടുക്കൽ നിന്ന് ആലോചന കേൾക്കാതെ, ലോകത്തിൻ്റെ അടുക്കൽ നിന്നോ മറ്റുള്ളവരുടെ അറിവില്ലാത്തവരുടെ അടുക്കൽ നിന്നോ ആലോചന കേൾക്കാതെ ദൈവാത്മാവിനാൽ തന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കും ഒരു ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആലോചനക്കാരൻ ദൈവമായി നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ആ വാക്യത്തിൽ തന്നെ പറയുന്നു, നീതിപുരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും. ഈ വചനം ഞങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയും അതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടുത്തെ പ്രേയറിൻ്റെ പേര് മാറ്റി അതിന് നീതിപുരം അല്ലെ വിശ്വസ്ത നഗരം, ഇതിന് ട്രൂ ബ്ലൂ സിറ്റി എന്ന പേരിലേക്ക് മാറ്റി ഇടാനിടയായി തീർന്നു. ദൈവാത്മാവ് ഇടപെട്ടിട്ട് തന്നെയാണത് മാറ്റിയത്. പഴയ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറി. പഴയ പ്രാർത്ഥനയുടെ എല്ലാം മാറി. മറ്റു ആൾക്കാർ വരും, വിടിവിക്കപ്പെടും, അവരെങ്ങനെ പോകുന്നു. നമുക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല. അവരെ എങ്ങനെ വളർത്തണമെന്നോ അവരെ എങ്ങനെ കൊണ്ടുവരണമെന്നോ ദേശത്ത് എന്ത് ചെയ്യണമെന്നോ ഒന്നും നമുക്കറിവില്ലായിരുന്നു. അപ്പോൾ ആ അറിവില്ലായ്മകളൊക്കെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ പ്രേയറിൻ്റെ പേര് മാറ്റി തന്നു. അതാണ് വിശ്വസ്ത നഗരം അല്ലെങ്കിൽ ട്രൂ ബ്ലൂ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഒരു പേര് നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേരിൻ്റെ അനുസരിച്ച് നമ്മളെ ദൈവം പണിത് അതിലേക്ക് എത്തിക്കും.
അപ്പോൾ ഒരു യാഗപീഠത്തിന് ഒരു പേരിട്ട് കഴിഞ്ഞാൽ, അല്ലെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പേര് ഇട്ട് തന്നു കഴിയുമ്പോൾ ദൈവം, നമുക്ക് കഴിയത്തില്ല എന്താണെന്ന് പിന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നാൽ ദൈവാത്മാവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവം എങ്ങനെ ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിലേക്ക് ദൈവം തന്നെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പേര് തന്നു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഞങ്ങൾ പിന്നെയും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി കൂടെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം പിന്നെയും അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, എനിക്കും നിനക്കും നിൻ്റെ സന്തതിക്കും തമ്മിൽ ഒരു നിയമമുണ്ട്. അതൊരു പരിച്ഛേദനയുടെ നിയമമാണ് കൊടുത്തത്. അപ്പം നമ്മൾ ദൈവത്തോടടുത്ത് കൂടുതൽ അടുക്കുകയും ദൈവത്തിൽ നിന്ന് കൂടുതൽ പ്രാപിക്കുകയും ചെയ്യും തോറും ഉടമ്പടിക്ക് വ്യത്യാസമുണ്ട്. അടുത്ത ഒരു ഉടമ്പടി, ആ ഉടമ്പടി കൂടെ ചെയ്യുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2:11 ഇങ്ങനെ പറയുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദനയും ലഭിച്ചു. അപ്പം നമുക്ക് നമ്മുടെ പഴയ സ്വഭാവങ്ങളെ, അല്ലെ പഴയ ചിന്ത, സ്വഭാവം, ആലോചനകൾ, പഴയ മനുഷ്യനിൽ കൂടിയുള്ള അറിവ്, ഇതെല്ലാം മാറ്റി ദൈവിക പരിജ്ഞാനത്തിലേക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കും ദൈവത്തിൻ്റെ അറിവിനൊത്തവണ്ണം ഫലം കായ്ക്കേണ്ടതിനും നാം ഒരു വളർച്ചയിലേക്ക് വരണമെങ്കിൽ ദൈവമായിട്ട് അടുത്ത ഒരു ഉടമ്പടി വെക്കേണ്ടതുണ്ട്. അതിനാ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന. അത് എന്ത് പരിച്ഛേദന? നമ്മൾ കാണുന്ന പോലെ പുറമേയുള്ള വസ്ത്രമാറ്റത്തിലോ, അല്ലെ പുറമേയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും മാറ്റത്തിലോ, പുറമേയുള്ള ചിലതൊക്കെ ഒഴിച്ചു വിടുന്നതിലോ ഒന്നുമുള്ള ഒരു പരിച്ഛേദനയില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ, അല്ലെ പുറമേയുള്ള ജഡശരീരത്തെ ഉരിഞ്ഞു കളയുക, ഒരു തീ കൊണ്ടുള്ള ശോധനയിൽ കൂടിയാണ് ദൈവം കടത്തിവിടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തീയുടെ ശോധന, കഷ്ടതയാകുന്ന തീച്ചൂളയിൽ കൂടി നമ്മളെ കടത്തിവിട്ടു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി, ദൈവം പറയുന്നത്, ആത്മാവ് പറയുന്നതിനെ കേട്ട് അനുസരിക്കുവാൻ കഴിവുള്ള ഒരു ഇച്ഛാശക്തി, ആ ഒരു ചിന്തയിലേക്ക് ആകത്തക്കവണ്ണമുള്ള ഒരു മനസ്സാക്ഷി നമുക്ക് ഉളവാക്കി എടുക്കേണ്ടതിനാണ് ദൈവം എന്തിനെ ഈ തീച്ചൂളയുടെ പരിശോധനയിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു തീച്ചൂളയിൽ കൂടി കടത്തിക്കൊണ്ടുപോയി ആ ജഡശരീരം ഉരിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ദൈവിക പരിജ്ഞാനത്തിലേക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കും വളർന്നിട്ട് എന്ത് പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടത്, ദേശത്ത് വെളിപ്പെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയത്തുള്ളൂ. റോമലേഖനം 1:18 പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന സത്യത്തിൻ്റെ പ്രതിഫലനം ദേശത്തുണ്ടാകണം. അതുകൊണ്ട് അനീതി കൊണ്ട് ഈ സത്യത്തെ, അല്ലെ ദൈവിക രാജ്യത്തിൻ്റെ നിയമങ്ങളെ, നീതിയെയും സത്യത്തെയും തടുക്കുന്ന ആ മനുഷ്യരുടെ നേരെ ദൈവത്തിൻ്റെ കോപം ദേശത്ത് വെളിപ്പെടും. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യം പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവ കോപം ഒരു വ്യക്തിയുടെ മേൽ മാത്രമല്ല, ആ ദേശത്തും കൂടെ എന്ത് ചെയ്യും? നാം പാർക്കുന്ന ദേശത്ത് കൂടി അത് വെളിപ്പെട്ട് വരിക. അപ്പം ദേശം കൂടെ ശാപഗ്രസ്തമായി തീരുക. ആദാമിൻ്റെ തെറ്റുമൂലം, അനുസരണക്കേട് മൂലം ദൈവം ഭൂമിയെ ശപിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്കും മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നത്, നാം പാർക്കുന്ന ദേശത്തിന് കൂടി അതിൻ്റെ ദോഷം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള എക്സാമ്പിൾ നമുക്ക് വചനത്തിൽ കൂടെ നോക്കിയാൽ കാണാം. നോഹയുടെ കാലത്ത് ഭൂമിയെ ദൈവം ന്യായം വിധിച്ചു. അതുപോലെ സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ന്യായം വിധിച്ചു. അങ്ങനെയൊക്കെ നാം പാർക്കുന്ന ഈ ദേശത്ത് ന്യായവിധി ഉണ്ടാകാതെയും ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിനും പാപികളെ നേർവഴി കാണിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? ഈ ദേശത്താക്കി വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ നാം ദേശത്തിൻ്റെ വിളക്കാകേണ്ടതിന് നമ്മുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പാകെ പ്രകാശിക്കാൻ വേണ്ടി, അപ്പം ദൈവരാജ്യത്തിൻ്റെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ നാം ദേശത്ത് കാണിച്ച് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളർച്ച പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് മൂലമാണ് ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് ഇറങ്ങി നിൽക്കും. ആ മഹത്വം ആര് കാണണം? ആ ദേശത്തുള്ള മനുഷ്യർ കാണണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് കാണണം. അങ്ങനെയാണ് നമ്മുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ദേശത്തെ എന്ത് ചെയ്യുന്നത്? നിറയ്ക്കുകയും
അത് മനുഷ്യർക്ക് വിളങ്ങണമെന്ന് പറഞ്ഞ് ഈ പ്രകാശം, ഈ വെളിച്ചം, ഈ ജ്ഞാനം, ഈ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം ദേശത്തുള്ള മനുഷ്യർക്ക് അത് മുഖാന്തരം വെളിപ്പെട്ട് വരുവാനിടയാകും. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുവാനിടയാകേണ്ടതിനാണ് നമ്മളെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രവൃത്തികൾ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ദേശത്താക്കി തീർക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭവനത്തിലും, ഒരു ഭവനമാണെങ്കിലും, ഒരു കൂട്ടായ്മയാണെങ്കിലും, ഒരു ദേശത്തുണ്ടെങ്കിൽ അവിടെ വെളിച്ചം വ്യാപരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും. ആ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ദേശത്ത് അന്ധകാര ശക്തികൾ മാറി നിൽക്കും. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ദേശത്തുനിന്നും എന്ത് ചെയ്യും? മാറി നിൽക്കും. അവിടെ വെളിച്ചം വ്യാപരിച്ചിരിക്കും. അവിടെ സന്തോഷവും നീതിയും ന്യായവും സത്യവും സമാധാനവും എല്ലാം നിറഞ്ഞു നിൽക്കും. ദൈവരാജ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ദേശത്ത് നിറഞ്ഞിരിക്കാനിടയ്ക്കും. അത് കണ്ട് സ്വർഗം സന്തോഷിക്കാനിടയും. അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് കർത്താവിന് സന്തോഷം ഉണ്ടാകാൻ, മഹത്വം ഉണ്ടാക്കണം. നമ്മുടെ പ്രവൃത്തികൾ അവൻ്റെ മുമ്പിൽ നന്നായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു.